അതെ അതെ ഞാൻ തിരിച്ചെത്താം സാർ. ശ്രീ ജയചന്ദ്രൻ സാർ, ഞാൻ തിരിച്ചെത്താം. നമ്മോടൊപ്പം ഈ അതിജീവിതയായ അതായത് മീൻസ് ദുരന്ത ബാധിതയായ ഷൈജയുണ്ട്. ഷൈജയുടെ പലരെയും പ്രിയപ്പെട്ടവരെ പലരെയും നഷ്ടപ്പെട്ടതാണ്. ആ വേദനയോടുകൂടിയാണ് ഷൈജ ഇപ്പോഴും ഇരിക്കുന്നത്. ഷൈജ, യഥാർത്ഥത്തിൽ നിരവധി ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ വാർത്തകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവിശ്വസനീയമായ രീതിയിലാണ് ഈ രക്ഷാപ്രവർത്തനവും അതിനുശേഷമുള്ള പുനരധിവാസവും അവിടെ ഈ സർക്കാർ നടപ്പാക്കിയത്. അതും ഈ സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വിശ്വസിക്കാനാകുന്നില്ല ഇപ്പോഴും, ഇത്ര പെട്ടെന്നാകുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഷൈജയുടെ അനുഭവം? ഒപ്പം വീടുകളിലേക്ക് പോയോ ഷൈജ? തീർച്ചയായും ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് മാതൃകപരമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഫസ്റ്റ് ഘട്ടങ്ങളിൽ ക്യാമ്പാണെങ്കിലും നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളുടെ താൽക്കാലിക പുനരധിവാസം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ പുനരധിവാസം എന്ന് പറയുന്നത് പല ദിക്കിലാക്കാതെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒരു ഭാഗത്ത് തന്നെ കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നാണ് പറയാനുള്ളത്. എല്ലാ തരത്തിലും വീടാണെങ്കിലും അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമിയാണെങ്കിലും മറ്റ് സൗകര്യങ്ങളും സ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ടൗൺഷിപ്പോട് കൂടി തന്നെ സർക്കാർ നടപ്പാക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണല്ലോ ഇവിടെ ഉള്ളത്. അതുമാത്രം പോരാ, ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. അതിൽ കേന്ദ്രം കൂടെ ഞങ്ങളെ അല്ലെങ്കിൽ മേപ്പാടിക്കാരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു അപേക്ഷ കൂടെ എനിക്ക് വെക്കാനുണ്ട്.